എല്ലാവരും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ട് അത്രയും പോസ്റ്റപ്പ് ചെയ്തിട്ടാണല്ലോ പോവുക. സോഷ്യൽ മീഡിയ ആർക്കും കൊടുക്കാതെ പോകാനൊരു ധൈര്യം എങ്ങനെ വന്നു? അത് ധൈര്യമൊന്നുമല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു, അതാണ് സത്യം. അതായത് സെലക്ഷൻ കിട്ടി വളരെ പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ശരിയായിട്ടുള്ള ധാരണ എനിക്കില്ലായിരുന്നു. അപ്പൊ ബിഗ് ബോസിലേക്ക് കയറുന്ന ഒരു നിമിഷത്തില് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു, അവർക്ക് കൊടുത്തു, സൈൻ ചെയ്തു, അങ്ങനെ പോയി. അല്ലാതെ എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം, എപ്പോഴും വീഡിയോസ് ഇടണം, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സേ എനിക്ക് ഉണ്ടായിരുന്നില്ല. വന്നില്ല എന്നല്ല, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. ഞാനിപ്പോ ആലോചിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എന്റെ പേജിന് റീച്ച് കിട്ടായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ കേറുന്ന ആ നിമിഷത്തില് ഞാൻ ഇതൊന്നും ആലോചിച്ചില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ കുറച്ച് കുറവായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ബിഗ് ബോസിലേക്ക് കയറണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് അല്ലാതെ ഇതിന്റെ വേറെ ഇങ്ങനത്തെ ഡിജിറ്റൽ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ അനീഷേട്ടന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 100 ദിവസം അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ ആ ഒരു പോരാട്ടം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളിൽ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ അനീഷേട്ടന്റെ ഫാൻസാണ്. ഇവൻ ഞാൻ പേഴ്സണലി അടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അനീഷേട്ടനെ അത്രയും ഇഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ ഓഫീസിൽ ചർച്ച ചെയ്യുന്ന മെയിൻ ഒരു വിഷയം തന്നെ അതാണ്, അനീഷേട്ടൻ ജയിക്കണം. അതായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന.